ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനം ആശംസിക്കുകയാണ്. ഈ ദിവസത്തിൽ 2 വാർത്തകളാണ് അറിവിൻ പൂനിലാവിന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ബഹാവുദ്ദീൻ നദ്വിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബഹാവുദ്ദീൻ നദ്വി EK വിഭാഗം സമസ്തയിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ്. EK വിഭാഗം സമസ്തയുടെ മുഷാവറക്ക് എന്നും തലവേദനയായി നിന്നിട്ടുള്ളയാളാണ് ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്. മുഷാവറയെ പൊതുമധ്യത്തിൽ പരിഹസിക്കുകയും സമസ്ത പ്രസിഡന്റിനെ അപമാനിക്കുകയും ചെയ്യുന്ന വഷളൻ ബഹാവുദ്ദീനെതിരെ കർശനമായ നടപടിക്കൊരുങ്ങുകയാണ് EK വിഭാഗം സമസ്ത. 100ാം വാർഷികത്തിന് ശേഷം സമസ്ത കടുത്ത നടപടിയിലേക്ക് നീങ്ങുമത്രേ. നേരത്തെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പൊതുമധ്യത്തിൽ വെച്ച് പരിഹസിച്ചതിന് ഫിത്തിന വിഭാഗം നേതാവ് മുസ്തഫൽ ഫൈലിയെ പുറത്താക്കിയിരുന്നു. 100ാം വാർഷികം കഴിയുന്നതോടെ ബഹാവുദ്ദീൻ നദ്വിയെ മുഷാവറയിൽ നിന്നും പുറത്താക്കുന്നതോടെ മുഷാവറയിൽ വന്ന 3 ഒഴിവുകൾ നികത്തുകയും ചെയ്യും. 100ാം വാർഷികത്തിന് ശേഷം EK വിഭാഗം സമസ്ത മുഷാവറയിൽ ചില സ്ഥാനമാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ഹമീദ് ഫൈലി അമ്പലക്കടവ് അടക്കമുള്ള നേതാക്കളെ സമസ്ത മുഷാവറയിൽ ഉൾപ്പെടുത്താൻ ധാരണയായിട്ടുണ്ട്. 100ാം വാർഷികത്തിന് ശേഷമാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന് ഔദ്യോഗിക EK വിഭാഗം സമസ്ത അറിയിച്ചു. 100ാം വാർഷികത്തിന് ഒരുങ്ങുന്ന സമസ്തയിലിതാ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. അധ്യക്ഷൻ ജിഫ്രി തങ്ങൾക്കെതിരെ സംസാരിച്ച ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, K റഹ്മാൻ ഫൈസി എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോഷക സംഘടനാ നേതാക്കൾ ജിഫ്രി തങ്ങൾക്കും മുഷാവറ അംഗങ്ങൾക്കും കത്ത് നൽകിയിരിക്കുകയാണ്. മഹല്ല് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ജിഫ്രി തങ്ങളുടെ പ്രസ്താവനയെ ഡോക്ടർ നദ്വി പരസ്യമായി എതിർത്തതാണ് പുതിയ വിവാദത്തിന് കാരണമായത്. ഈയിടെ ഒരു പുതിയ ശബ്ദം ഉണ്ടായതായി കേട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ മഹല്ലുകൾ രജിസ്റ്റർ ചെയ്യണം. മഹല്ല് രജിസ്ട്രേഷൻ സംവിധാനം എന്ന് പറഞ്ഞാൽ സമസ്തയിൽ രജിസ്റ്റർ ചെയ്യൽ തന്നെയാണ്. സമസ്ത നേരിട്ട് എങ്ങനെ മഹല്ല് രജിസ്റ്റർ ചെയ്യുക, നേരിട്ട് മദ്രസ നടത്തുക, അങ്ങനെ സംവിധാനം ഇല്ല. സമസ്തക്ക് ഒരു ഖജാൻജി ഉണ്ടെന്നേ ഉള്ളൂ, ഫണ്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ യോഗത്തിന് വരുന്ന പണ്ഡിതന്മാർക്ക് യാത്ര ചെലവ് കൊടുക്കല് വിദ്യാഭ്യാസ ബോർഡാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തില് നേരിട്ട് സമസ്തയിൽ രജിസ്റ്റർ ചെയ്യണം മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എന്തോ ദുരുദ്ദേശം ഉണ്ടാവും. മുബഷിർ പി അക്ബറാണ് ചേരുന്നത്. മുബഷിർ, എന്താണ് ദുരുദ്ദേശം എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. പക്ഷേ ആഭ്യന്തര കലഹം രൂക്ഷമായി തന്നെ തുടരുന്നു. ഇതിലിപ്പോൾ നടപടിക്ക് സാധ്യതയുണ്ടോ? ഗുഡ് ഈവനിംഗ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന വേളയിലാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിൽ പരസ്പരം പല വിഷയങ്ങൾ പറഞ്ഞിപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഉൾപ്പെടെ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നത്. ഈ വിമർശനം ഉന്നയിക്കാനുള്ള ഒരു കാരണം സമസ്തയിൽ പല മഹല്ലുകളും രജിസ്റ്റർ ചെയ്യണമെന്നൊരു ആവശ്യം മാസങ്ങൾക്ക് മുൻപ് സമസ്ത നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. അതുൾപ്പെടെ മുൻനിർത്തിയായിരുന്നു ബഹാവുദ്ദീൻ നദ്വി ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ചിരുന്നത്. സമസ്ത അധ്യക്ഷനെയും അതോടൊപ്പം തന്നെ സംഘടനയെയും കരിവാർത്തേക്കാൻ ബഹാവുദ്ദീൻ നദ്വിയുടെയും മറ്റൊരു നേതാവിന്റെയും നേതൃത്വത്തിൽ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമസ്തയിലെ തന്നെ പോഷക സംഘടനയിൽപ്പെട്ട 11 നേതാക്കൾ ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജിഫ്രി തങ്ങൾക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. സീനിയർ മുഷാവറ അംഗങ്ങൾക്കും കത്തിന്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. SYS നേതാക്കളായ MM പരീദ്, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഇബ്രാഹിം ഫൈസി പേരാൽ, SKSSF നേതാക്കളായിട്ടുള്ള OPM അഷ്റഫ്, മുബഷിർ തങ്ങൾ, അയ്യൂബ് മാസ്റ്റർ, സമസ്തയുടെ മുസ്തഫ മുണ്ടുപാറ എന്നിവരാണ് ഈ ഒരു കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ബഹാവുദ്ദീൻ നദ്വി തുടർച്ചയായിട്ട് സമസ്തയുടെ അധ്യക്ഷനെ ഈ വിധത്തിൽ അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ നദ്വി തന്നെ റിപ്പോർട്ടർ ടിവിയോട് നടത്തിയ ഒരു പ്രതികരണമൊക്കെ തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം വലിയ വിവാദമായത് നമ്മൾ കണ്ടതായിരുന്നു.
അന്ന് സമസ്ത അദ്ദേഹത്തോടൊരു വിശദീകരണം ചോദിച്ചിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസൊക്കെ തന്നെ കൊടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായിട്ടുള്ളൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സമസ്തയെ അധിക്ഷേപിക്കുന്നതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ ഇത്തരം ഒരു കത്ത് കൊടുത്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സമസ്ത നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. വിനീത, ശരി, ഏതായാലും 100ാം വാർഷിക സമയത്തും വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര കലഹമുണ്ട് എന്നതാണ് മുബഷിർ പി അക്ബർ റിപ്പോർട്ട് ചെയ്യുന്നത്. നദ്വിയുടെ പ്രസംഗം അല്ലെങ്കിൽ ഈ പരാമർശം വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്യുക. കാര്യങ്ങൾ തലകുത്തി മറിയുകയാണ്. ഇന്നലെ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടിയായ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ നേതൃത്വത്തിൽ സമസ്തയിലെ കമ്മ്യൂണിസ്റ്റ് അനുകൂല വിഭാഗം സമസ്ത ഉന്നത നേതൃത്വത്തിന് കത്ത് നൽകി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് അനുകൂല നേതൃനിലയിലെ പ്രമുഖനും സമുദായത്തിന്റെ പാരമ്പര്യ ഒരുമയുടെയും സമസ്തയുടെ പരമ്പരാഗത നിലപാടിന്റെയും അടിഭിത്തി പൊളിക്കാൻ കരാറെടുത്ത മുക്കം ഉമർ ഫൈസിക്കെതിരെ സമസ്ത നേതൃത്വം നടപടിയെടുക്കുന്നു. മുക്കം മൗലവി ധീരനാണ്, ധീരോദാത്തമായ നിലപാടാണ്, സമസ്തയുടെ വക്താവാണ്, രണ്ടാം ഉമറാണ്, പറഞ്ഞത് സമസ്തയുടെ നിലപാടാണ്, ആരെയും ഭയക്കാതെ സത്യം തുറന്നു പറയുന്ന ഭീഷ്മാചാര്യനാണ് തുടങ്ങിയ ഷജറ നരേശനുകളെയും വാദങ്ങളെയും സമസ്ത ഉന്നത നേതൃത്വം പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ്. സമസ്തയുടെ പാരമ്പര്യത്തിനും കാലങ്ങളായി തുടർന്നു വരുന്ന പരമ്പരാഗത രീതിക്കും സാമുദായിക ഐക്യത്തിനും വിരുദ്ധമായ വിഭാഗീയതയുടെ നിലപാടാണ് മുക്കം മൗലവി അടക്കമുള്ളവർ കൊണ്ടു നടക്കുന്നത് എന്ന ഉറച്ച പ്രഖ്യാപനം നേരോടെ ആണെങ്കിൽ 100ാം വാർഷിക ആഘോഷത്തിലേക്ക് കടക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ചരിത്രത്തിലെ ഒരു വലിയ മുന്നേറ്റമാകും ഈ പ്രസ്താവന. സമസ്ത ഇങ്ങനെയാണ്, സമസ്തയുടെ പാരമ്പര്യം ഇങ്ങനെയാണ്. സമസ്തയും മുസ്ലിം ലീഗും പരമ്പരാഗതമായി തുടർന്നു വരുന്ന സൗഹാർദ്ദത്തിന്റെ മനോഹരമായ ഇന്നലകളെ തിരുത്തിയെറിയാനും എറിഞ്ഞുടക്കുവാനും ഭഗീരഥ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരോട് അതല്ല സമസ്തയുടെ നിലപാട് എന്ന് തുറന്നു പറയുവാൻ വൈകുന്നത് സമസ്ത ശ്രേണിയെ തന്നെ ദുർബലപ്പെടുത്തും എന്ന് നേരത്തെ പലതവണ പറഞ്ഞതാണ്. ഇന്നലെ വരെ സമസ്ത നേതൃത്വത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചിരുന്നവരും പാണക്കാട് സാദാത്തുക്കളെ അനുസരണ പഠിപ്പിച്ചിരുന്നവരും ഇന്ന് സമസ്ത ഉലമാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനങ്ങൾ അവർ എങ്ങനെ സ്വീകരിക്കുമെന്ന് നോക്കാം. ഇതൊരു പുതിയ കാൽവെപ്പാവട്ടെ, തിരുത്താവട്ടെ. ശാസിക്കുവാൻ സമസ്ത നേതൃത്വവും സമസ്ത ശാസനകളെ ഒലക്കേട മൂടെന്ന് പരിഹസിക്കാറുള്ള മുക്കം മൗലവിയുടെ ക്രൗര്യവും ഉള്ളിടത്തോളം കാലം ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ശാസന അല്ല, ഇത്തരം പൊതുശല്യങ്ങൾക്ക് ആജീവനാന്ത റിട്ടയർമെന്റാണ് ആവശ്യം. നേതൃത്വം നടപടി സ്വീകരിക്കുമെന്ന് കരുതാം. ലീഗ് അനുകൂല സുഹാബി നളന്താട്ടിയും പുറത്തുവിട്ടതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. പാണക്കാട് തങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിൽ മുക്കം ഉമർ ഫൈസിക്ക് ശാസന. പ്രയോഗങ്ങൾ സമസ്ത പ്രവർത്തകന് ഭൂഷണമല്ലാത്തത്, പറഞ്ഞത് അപമര്യാദയെന്നും മുതിർന്ന മുശാവറ അംഗങ്ങൾ പറയുന്നു. സുഹൈൽ അഹമ്മദാണ് ചേരുന്നത്. സുഹൈൽ, ഏത് പരാമർശമാണ് മുക്കം ഉമർ ഫൈസിക്ക് ശാസന നേടിക്കൊടുത്തത്? എന്താണ് വിവരങ്ങൾ? അമ്പലി, കഴിഞ്ഞ ദിവസമാണ് ഒരു യോഗത്തിൽ പാരമ്പര്യം പറഞ്ഞ് സമസ്തയെ പേടിപ്പിക്കരുതെന്നും ബാഫഖി തങ്ങൾ മുതൽ ഹൈദരലി തങ്ങൾ വരെയുള്ളവരുടെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല, വഴിപിഴച്ചു പോയവരെ സമസ്ത പരിഗണിക്കാറില്ല എന്നതുൾപ്പെടെ പാണക്കാട് കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുക്കം ഉമർ ഫൈസി ഒരു പ്രസ്താവന നടത്തിയത്. അതിനെതിരെ ലീഗിൽ സമസ്തയുടെ നേതാക്കളും ലീഗിന്റെ പല നേതാക്കളും രംഗത്ത് വന്നിരുന്നു. പരസ്യമായ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ എന്നിവർ ഉമർ ഫൈസി മുക്കത്തെ ശാസിച്ചത്. മോശം പരാമർശങ്ങൾക്ക് പരിഹാരം കാണണം, മേലിൽ ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകരുതെന്ന് താക്കീത് ചെയ്തു. പാണക്കാട് തങ്ങന്മാർക്കുണ്ടായ സാദാത്യങ്ങൾക്കുണ്ടായ ദുഃഖത്തിൽ പ്രയാസത്തിൽ സമസ്ത ദുഃഖം രേഖപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. മുശാവറ ഉമർ ഫൈസി മുക്കം സമാന രീതിയിൽ പലപ്പോഴും ഇത്തരം പരാമർശങ്ങൾ നടത്താറുണ്ട്. ആ സമയത്തൊന്നും ഇത്തരത്തിലൊരു ഒരു ശാസനം സമസ്ത നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകായി കണ്ടിട്ടില്ല. അടുത്ത വരുന്ന ഫെബ്രുവരിയിൽ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിന് മുന്നോടിയായി ഇത്തരം പരാമർശമുണ്ടായ സാഹചര്യത്തിലാണ് കേന്ദ്ര മുശാവറ അംഗം കൂടിയായ മുക്കം ഉമർ ഫൈസിയെ സമസ്തയുടെ തലമുതിർന്ന നേതാക്കൾ ശാസിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രയോഗം അപമര്യാദയെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശാസന. അമ്പിളി, ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.